കൂടിയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണത്തെ ലോകം കണ്ടത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഏറെയുണ്ട്. 40,000-ലധികം സൈനികരും ഈ മേഖലയിൽ US വിന്യസിച്ചിട്ടുണ്ട്. ഖത്തർ, ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലാണ് USന്റെ സേന പ്രധാനമായും ഉള്ളത്. നമുക്ക് ഈ ഓരോ രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളെ കുറിച്ച് പറയാം. ആദ്യം നമുക്ക് ബഹ്റൈനിലേക്ക് പോകാം. അമേരിക്കയുടെ 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക താവളമാണ് ബഹ്റൈനിലുള്ളത്. പേർഷ്യൻ ഉൾക്കടലിലെ USന്റെ തന്ത്രപ്രധാനമായ സൈനിക ആസ്ഥാനമാണ് അത്. അവിടെ വിമാനവാഹിനികളുണ്ട്, അതോടൊപ്പം തന്നെ സൈനിക കപ്പലുകളും. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോയാൽ സൈനിക കപ്പലുകളുണ്ട്, വിമാനവാഹിനികളുണ്ട്. ബഹ്റൈന്റെ കടലിൽ ഇതൊക്കെ സജ്ജമാണ്. USന്റെ 4 മൈൻ വേധ കപ്പലുകളും 2 ലോജിസ്റ്റിക് കപ്പലുകളും ഇവിടെയുണ്ട്. ഇതിന് കൂടാതെ US കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഈ ബഹ്റൈനിലുണ്ട്. ഈ കാണുന്ന പോലെ വിമാനവാഹിനി കപ്പലുകൾ ഒക്കെ സജ്ജമാണ്. 4 മൈൻ വേധ കപ്പലുകളും ഉണ്ട്. നമുക്കിനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തെ കുറിച്ചാണ്. ഖത്തറിലാണ് ഇന്നലെ ഇറാൻ ആക്രമണം നടത്തിയത്. അതിനു മുൻപ് അവിടെ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയിരുന്നു അമേരിക്ക. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനമാണ് ഖത്തറിലെ അൽ ഉദൈദ്. ഈ അൽ ഉദൈദിലാണ് ഇന്നലെ അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ വ്യോമസേനയ്ക്കും അതോടൊപ്പം തന്നെ കരസേനയ്ക്കും പ്രത്യേക ദൗത്യങ്ങൾക്കായി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ റൊട്ടേറ്റിംഗ് കോംബാറ്റ് വിമാനവും 379ാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇറാഖിലേക്ക് വരാം. ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ ഏറ്റവും പ്രധാനം അത് അൽ അസദ് വ്യോമത്താവളം തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമാണ് ഈ അൽ അസദ് വിമാനത്താവളം. 2003 യുദ്ധത്തിന് ശേഷം ഇറാഖും അമേരിക്കയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. സദാം ഹുസൈന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഈ സൈനിക താവളം പോലും അമേരിക്ക നിർമ്മിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇറാനും ഇറാഖുമായും അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. ഇവിടെ ഏകദേശം 2500ഓളം അമേരിക്കൻ ട്രൂപ്പുകളാണ് നിലവിൽ ഇറാഖിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുവൈറ്റിലേക്ക് വരാം. കുവൈറ്റിൽ നിരവധി, ഒരുപക്ഷെ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുള്ളത് 4ഓ 5ഓ അത് കുവൈറ്റിലാണ്. നിരവധി US സൈനിക താവളങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം അലി അൽ സലേം വ്യോമത്താവളം തന്നെയാണ്. അലി അൽ സലേം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അമേരിക്കയുടെ വ്യോമത്താവളമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ വ്യോമസേനയുടെ 386ാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങിലെ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നതും ഇവിടെ തന്നെയാണ്, ഈ താവളത്തിലാണ്. ഈ മേഖലയിലെ സംയുക്ത സഖ്യസേനകളുടെ പ്രധാന എയർ ലിഫ്റ്റിംഗ് ഹബ്ബും കവാടവും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്ത്രപ്രധാനം എന്ന് പറഞ്ഞത്. US ആർമി വിഭാഗത്തിന്റെ മുന്നേറ്റ ആസ്ഥാനമായ അരിഫ് ജാനും ഇവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൗദി അറേബ്യയിലേക്ക് പോകാം. നമ്മുടെ റിയാദിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ അമേരിക്കയുടെ വ്യോമത്താവളമായ ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ് സ്ഥിതി ചെയ്തത്. പാട്രിയോട്ടിക് മിസൈലുകളുടെ സംഭരണ വിക്ഷേപണ കേന്ദ്രം കൂടിയാണ്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാട്രിയോട്ടിക് മിസൈലുകളുടെ സംഭരണം മാത്രമല്ല, അവയുടെ വിക്ഷേപണ കേന്ദ്രം കൂടിയാണ് ഈ വ്യോമത്താവളം. മികച്ച വ്യോമ പ്രതിരോധ സംവിധാനവും ഈ താവളത്തിലുണ്ട്. 2.59 സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ വ്യോമത്താവളം പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് UAEയിലേക്ക് വന്നാൽ അമേരിക്കയുടെ അൽ ദഫ്ര വ്യോമത്താവളം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽ ദഫ്ര വ്യോമത്താവളം, ഈ അൽ ദഫ്ര US എയർഫോഴ്സിന്റെ 380ാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണ്. അത് മാത്രമല്ല, അതാ നോക്കൂ, F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം MQ-9 റീപ്പറുകൾ ഉൾപ്പെടെയുള്ള വിവിധ തരം നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ ഇവിടെ ഈ വ്യോമത്താവളത്തിൽ ഉണ്ട്. അൽ ദഫ്രയിൽ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫ് എയർ വാർഫെയർ സെന്റർ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്, ഈ അൽ ദഫ്രയിലാണ്. നിരീക്ഷണ വിമാനങ്ങൾക്ക് പുറമെ ഗൾഫ് എയർ വാർഫെയർ സെന്ററും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിറിയയെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. വർഷങ്ങളായി സിറിയയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ടെന്ന് നമുക്കറിയാം. സിറിയയിലെ ആഭ്യന്തര കലാപവും അയൽ രാജ്യമായി ഇറാഖിലെ സംഘർഷവും ഒക്കെ ഇതിന് കാരണവുമാകുന്നുണ്ട്. ഇതുകൊണ്ട് ഇത്രയും തന്ത്രപ്രധാനമായ 19 സൈനിക താവളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആശങ്കയോടുകൂടി ഇന്നലെ ഖത്തറിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ ആശങ്കയിലേക്ക് വീണതും.